മഞ്ചേശ്വരം ദേശീയപാതയിൽ നാട്ടുകാരുടെ മിന്നൽ സമരം. ഇരുഭാഗങ്ങളും ഒറ്റപ്പെടുന്നതിൽ പ്രതിഷേധിച്ചും പകരം സംവിധാനമായി അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുമാണ് കർമ്മസമിതി നേതൃത്വത്തിൽ ജനങ്ങൾ സമരമുഖത്തിറങ്ങിയത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. അതിർത്തിയെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും പറയുമ്പോൾ മാത്രമേ അധികാരികൾ മഞ്ചേശ്വരത്തെക്കുറിച്ച് ആലോചിക്കാറുള്ളൂ എന്നതാണ് ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയ പരാതി. ഇതുമൂലം കാലങ്ങളായി വികസന മുരടിപ്പിന്റെയും ദുരിതങ്ങളുടെയും കയത്തിലാണ് തങ്ങളുടെ ജീവിതമെന്നും ഇവർ നിരാശയോടെയും രോഷത്തോടെയും പറയുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇരുഭാഗങ്ങളിലേക്കുമുള്ള യാത്രാമാർഗം ഇല്ലാതാകുന്നതാണ് ഇപ്പോൾ ഇവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിന് പരിഹാരം കാണാനായി അടിയന്തര പ്രാധാന്യത്തോടെ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബുധനാഴ്ച രാവിലെ നാട്ടുകാർ ഒന്നടങ്കം കർമ്മസമിതി നേതൃത്വത്തിൽ രാഗം ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത്. ജനങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാൻ അർഹതയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് കൈയടിക്കാൻ വേണ്ടി എല്ലപ്പെടുത്തുകയാണ്. മനസ്സിലാക്കേണ്ടവർ സാധാരണക്കാരായ ജനങ്ങൾക്ക് DP എന്നറിയില്ല. അതുപോലെ ഇവിടെ പഞ്ചായത്ത്, പോലീസ്, അതുപോലെ ഫിക് പോലീസ്, ഇത് മൂന്നും കൊണ്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട്. എത്രത്തോളം അത് ഡെവലപ്മെന്റ് ഉണ്ട്, ഏത് രീതിയിൽ ഒസങ്കടിയിൽ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, പറയുന്നത് ശരിയല്ല. ദേശീയപാത വികസനത്തിന്റെ അന്തിമ രൂപരേഖ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലെന്നുമാണ് നാളിതുവരെയായി ഇവർ സമീപിച്ച ജനപ്രതിനിധികളിൽ നിന്നെല്ലാം ലഭിച്ച മറുപടി. ഇത് തീർത്തും അപമാനകരവും പ്രതിഷേധാർഹവുമാണെന്നാണ് സമരസമിതിയുടെ നിലപാട്. ഏത് മുൻഗണന വെച്ച് നോക്കിയാലോ അടിപ്പാതയോ മേൽപ്പാലവോ വരേണ്ടുന്ന സ്ഥലമാണ് മഞ്ചേശ്വരം. റെയിൽവേ സ്റ്റേഷനിലേക്കും ഗോവിന്ദഭായ് കോളേജിലേക്കും ആശുപത്രികളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലേക്കും രജിസ്ട്രാർ, ട്രഷറർ ഓഫീസുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കെല്ലാം പോകുന്നവരുടെ സംഗമവേദി കൂടിയാണ് ഇവിടം. ബസ് സ്റ്റോപ്പുകളെല്ലാം അപ്രത്യക്ഷമായതോടെ കിലോമീറ്ററുകൾ അകലെ ബസ് ഇറങ്ങി 100-200 രൂപ നൽകി വീടുകളിലെത്തേണ്ടുന്ന ദുർഗതിയിലാണ് ഇപ്പോൾ ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുമായി അധിവസിക്കുന്ന മഞ്ചേശ്വരത്തുകാർ. ഇതിനെല്ലാം അറുതിയാകണമെങ്കിൽ അടിപ്പാത കൂടിയേ തീരൂ. ഈയൊരു സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ തങ്ങൾക്ക് സമരവുമായി വീണ്ടും ദേശീയപാതയിൽ ഇറങ്ങേണ്ടി വന്നതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഒരുപാട് അധ്യക്ഷൻ പോയി കണ്ടു, ഞങ്ങളെ കണ്ട്, കണ്ണൂരിലേക്ക് പോയി, കോഴിക്കോട് പോയി, മന്ത്രിനെ കണ്ട്, MP കണ്ട്, MLA കണ്ട്, സർവ്വകാലം കണ്ട്. ഞങ്ങൾക്ക് മറുപടി, നിങ്ങൾ തിരക്കാക്കണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കില്ല, നിങ്ങൾക്കുള്ള സൗകര്യം ഉണ്ടാവും എന്ന് തന്നെ യാതൊരു മനസ്സിലാണ്. ഞങ്ങൾക്ക് വരുമാനമില്ല. ഈ റോഡ് കെട്ടിക്കളമണ്ടാക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരോട് ഈ കഥ പറയണം? ഞങ്ങൾ ആരോട് പറയണം? ഈ ജനങ്ങൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആരോട് പറയണം? അത് പറയട്ടെ. റെയിൽവേ പാസ് റോഡ് വേണ്ട, ഞങ്ങൾ വേണ്ട പറയാം. കോളേജ് ഗവൺമെന്റ് അവർ വരും. ഞങ്ങളുടെ കഥ ഞങ്ങൾ ആര് പറയണം? സ്ത്രീകളടക്കമുള്ളവർ അണിചേർന്ന സമരം വരാനിരിക്കുന്ന വലിയ പ്രക്ഷോഭത്തിന്റെ മുന്നറിയിപ്പ് കൂടിയായി. ജനപ്രതിനിധികൾ മാത്രമല്ല, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളും വേണ്ടുന്ന ഇടപെടലുകൾ നടത്തുന്നില്ലെന്നുള്ള ആക്ഷേപവും ഇവർക്കുണ്ട്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. ലവീന മണ്ടേരോ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PH അബ്ദുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ കുൽസുമ ബഡാജെ, മംത സമീറ, റഹ്മാൻ, റൌഷീദ്, സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുത്തു. കർമ്മസമിതി നേതാക്കളായ സഞ്ജീവ് ഷെട്ടിമാട, SM ബഷീർ അഹമ്മദ്, മഹാലിംഗ മഞ്ചേശ്വർ, നൈനാൻ മഞ്ചേശ്വർ, അഷ്റഫ് കുഞ്ചത്തൂർ, സക്കരിയ കുന്നിൽ, അഷ്റഫ് ബഡാജെ, ജബ്ബാർ ബഹ്റൈൻ തുടങ്ങിയവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പള.